വേദുവിന് ഈ വർഷത്തെ പൾസ് പോളിയോ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇവിടെ എവിടെ കൊടുക്കുന്നൊന്നും അറിയണ്ടായിരുന്നില്ല. ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഞങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഇല്ലയെന്ന് പറഞ്ഞു കേട്ടോ. ഇവിടെ അടുത്തൊരു ക്ലിനിക്കിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവിടെ ഇല്ലയെന്ന് പറഞ്ഞു. പിന്നെ ഇവിടെ കാണിച്ചുകൊണ്ടിരുന്ന പീഡിയാട്രിഷനെ വിളിച്ച് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിലുണ്ടെന്ന് അറിഞ്ഞത് കേട്ടോ. പിന്നെ നേരെ അങ്ങോട്ട് പോകുമായിരുന്നു. ദീപാവലിയുടെ തലേദിവസമൊക്കെയാണ് കേട്ടോ ഈ ഒരു സംഭവം നടക്കുന്നത്. ആ സമയത്ത് സർക്കിളിന് ചുറ്റും ലൈറ്റും കാര്യങ്ങളെല്ലാം ബൾബും എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാൻ തന്നെ നല്ല രസമുണ്ടായിരുന്നു. ഈ പോണ വഴിക്കൊക്കെല്ലാം ഫുള്ള് LED ലൈറ്റ് എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ഭംഗി രാത്രിയാണ് അറിയുക. അപ്പോൾ ഏതായാലും നമ്മൾ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഇവിടെ 50 രൂപ പൾസ് പോളിയോ എടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കണം കേട്ടോ. നമുക്കിവിടെ ഗവൺമെൻറ് ഹോസ്പിറ്റലിലും ഇല്ല, ക്ലിനിക്കിലും ഇല്ല. അപ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ എന്താ ചെയ്യുകയെന്ന് തന്നെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. അവിടെയൊക്കെ അന്വേഷിച്ചപ്പോഴും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കറക്റ്റ് ഡേറ്റ് തന്നെ കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഈ ഒരു ഹോസ്പിറ്റൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ നാട്ടിൽ വിളിച്ച് സിസ്റ്ററോട് ചോദിച്ചപ്പോഴും അത് നിർബന്ധമായിട്ടും കൊടുക്കേണ്ടതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കൊരു ടെൻഷനായിരുന്നു ഒന്ന് കൊടുക്കാൻ പറ്റില്ലെങ്കിലോ എന്ന്. പക്ഷേ ഈ ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നപ്പോൾ അത് വലിയൊരു സമാധാനം തന്നെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏതായാലും പോളിയെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നല്ല വെയിലായതുകൊണ്ട് ഞാൻ എൻ്റെ കെട്ടിയോന് പുറകിൽ ഇങ്ങനെ ചാരി കിടന്നു കേട്ടോ. റോഡ് സൈഡിൽ പിന്നെ കുറേ വണ്ടികളും കാര്യങ്ങളും JCB എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. അവിടുന്ന് വേദനൊരു ഗണ്ണ് മാത്രമാണ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത്. വണ്ടി വാങ്ങിച്ചതിൻ്റെ വീലൊക്കെ ഇപ്പോൾ എവിടെയോ കിടക്കുന്നുണ്ട് കേട്ടോ. അതൊന്നും ഇപ്പോൾ മൈൻഡ് ചെയ്യാറ് പോലും ഇല്ല എൻ്റെ പൊന്നുമോള്. പിന്നെ ഞങ്ങൾ നേരെ ചിക്കൻ സെൻറ്ററിലോട്ട് പോയി ചിക്കനും വാങ്ങിച്ച് നേരെ വീട്ടിലോട്ട് പോയിട്ടോ.